അതത്ര നല്ല ജോലിയൊന്നുമല്ല. ഞാൻ കാരണം ആ കുടുംബം തന്നെ ഈ അവസ്ഥയിലെ. അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ നമ്മുടെ കമ്പനി തന്നെ ഒരു ജോലി എടുക്കാമെന്ന് വിചാരിച്ചത്. രഘു, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ജോലി കൊടുക്കാൻ നമ്മളിവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒന്നും നടത്തുന്നില്ലല്ലോ. ഇതൊരു ബിസിനസ്സാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആവശ്യത്തിൽ കൂടുതൽ ബാധ്യതകളെടുത്ത് തലയിൽ വെച്ചാലേ നഷ്ടം മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. അങ്കിളെ, ഞാൻ പറഞ്ഞത് അങ്കിളിന് മനസ്സിലാവാഞ്ഞിട്ടാ. എനിക്കെല്ലാം മനസ്സിലായതുകൊണ്ടാ ഞാനിത് പറയുന്നത്. ഇവിടെ ആർക്കും ഇനി ജോലി കൊടുക്കുന്ന പ്രശ്നമില്ല. ആമിക്ക് ഒരു കാരണവശാലും ജോലി കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണങ്ങൾ ഞാനിനി പ്രത്യേകിച്ച് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്ഥാപനം എൻ്റെ പേരില. എന്നെ മറികടന്നൊരു തീരുമാനം എടുക്കാമെന്ന് നീ കരുതണ്ട. ഞാനത് സമ്മതിക്കുകയുമില്ല. ചേച്ചി, ചേച്ചി ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. വിഷമോ? എനിക്കോ? എന്തിന്? എനിക്കെന്താ ചീരു? ഞാനിവിടെ വെറുതെ ഇരുന്നതാ. ചേച്ചി എന്റെ മുന്നിൽ ഒന്നും മറക്കണ്ട. ഈ മനസ്സ് നേർന്ന് എനിക്ക് കാണാം. എന്തിനാ ചേച്ചി ഈ വാശി? ഒരാളെ കൈവിട്ട് കളയാൻ എളുപ്പം, പക്ഷെ തിരിച്ചു പിടിക്കാനാ പാട്. ഇതെന്റെ കാര്യത്തില് ചേച്ചി തന്നെ പലതവണ പറഞ്ഞ കാര്യം. നിന്റെ കാര്യം പോലെയല്ല ചീരു ഇത്. ഒരു ഭർത്താവിന്റെ എന്ത് കുറവും ഭാര്യ സഹിക്കും, കൂടെ നിൽക്കും. പക്ഷെ അവളുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുന്നത് അവൾക്ക് സഹിക്കില്ല ചീരു. ചേച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല സത്യമെങ്കിലോ. അത് രഘുവേട്ടനോട് ചെയ്യുന്ന വലിയ തെറ്റായി പോവില്ലേ? ഞാൻ അത്രയ്ക്ക് പൊട്ടിയാണെന്ന് നീ കരുതുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടത് തന്നെയാണ്. രഘുവേട്ടന്റെ മനസ്സിൽ എന്നെക്കാളും മോളെക്കാളും സ്ഥാനം ഇപ്പൊ അവൾക്കും ആ കൊച്ചിനുമാ. അയ്യോ, അങ്ങനെയൊന്നും അല്ല ചേച്ചി. അതൊക്കെ ചേച്ചിയുടെ തെറ്റിദ്ധാരണയാ. രഘുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഇതിനപ്പുറം നഷ്ടവും നാണക്കേടും രഘുവേട്ടൻ ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അതെങ്കിലും ചേച്ചിക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ ചേച്ചി അടുത്തുണ്ടാവണമെന്നായിരിക്കും രഘുവേട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എല്ലാം സ്വയം ഉണ്ടാക്കി വെച്ചത് തന്നെയല്ലേ. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് അനുഭവിക്കുക തന്നെ വേണം. ചേച്ചി അത് എടി, നീ എന്താ മോളെ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്ത? അതോ ഞാനിപ്പോ നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായിട്ട് തീർന്നു? എഴുതാപ്പുറം വായിക്കില്ലേ ചേച്ചി? ചേച്ചി ഈ വാശി കാണിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഈ മനസ്സിൽ രഘുവേട്ടനോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചേച്ചി എങ്ങനെയൊക്കെ മറക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ആ ഫോട്ടോ പൊട്ടിയപ്പോ ചേച്ചി അത്രയ്ക്ക് വേദനിച്ചത്, മോളെ പോലും തല്ലിയത്. എന്താ ഒന്നും മിണ്ടാത്ത? ചേച്ചിയുടെ മനസ്സിൽ രഘുവേട്ടനോട് സ്നേഹം ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി അത് പറ. സ്നേഹം ഇല്ലെന്ന് അവര് പറഞ്ഞു. എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. ആ സ്നേഹം എന്റെ മരണം വരെ എന്റെ മനസ്സിലുണ്ടാവും ചീരു. ഒരു തരത്തിൽ പറഞ്ഞ ആ സ്നേഹം കൊണ്ട് തന്നെയാ ഞാൻ വഴിമാറി കൊടുക്കുന്നത്. താലി കെട്ടിപ്പോയതിന്റെ പേരിൽ മാത്രം
രഘുവേട്ടൻ എന്നെ സഹിച്ചു കഴിയണ്ട. എന്താണോ മനസ്സിലാഗ്രഹം അതുപോലെ ജീവിക്കട്ടെ. അതിന് ഞാനും മോളും തടസ്സമായിട്ട് നിൽക്കുന്നതല്ലേ ചീരുത്തെറ്റ്. ചേച്ചി പറയുന്നൊക്കെ വെറുതെ ആണെന്ന് എനിക്കും ചേച്ചിക്കും അറിയാം. പിന്നെ എന്തിനാ ഈ വാശയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എനിക്കൊന്നേ പറയാനുള്ളൂ, ചേച്ചിയുടെയും കുഞ്ഞിന്റെയും ജീവിതം അത് കൈവിട്ട് കളയരുത്. പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ആ പിന്നെ ഫോട്ടോ പൊട്ടിയതോർത്ത് വിഷമിക്കണ്ട. അച്ഛനത് നന്നാക്കാൻ കൊണ്ടുവരിക. ഉടനെ അത് ശരിയാക്കി കൊണ്ടുവരും. അതുപോലെ എല്ലാം പഴയതുപോലെയാക്കി മാറ്റണം. ചെല്ല് പൊട്ടിയത് മാറ്റുന്നത് പോലെ മനസ്സ് പൊട്ടിയെ മാറ്റാൻ പറ്റില്ല ജീരു. അതിന് സമയമെടുക്കും. ചേച്ചി ഇന്ദിരേട്ടൻ ഊണഴിക്കാൻ വന്നില്ലേ ചേച്ചി? ഇല്ല. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റ് ആവെന്ന് പറഞ്ഞിരുന്നു. പ്രതിഭ സോന ഇല്ലാത്തത് കൊണ്ട് എടുത്ത് ഈ വീട്ടിലെ മൊത്തം ജോലിയും ചെയ്യേണ്ടി വരുമല്ലേ? ഓ അതൊന്നും സാരമില്ല. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അവരല്ലേ ഇവിടെ എല്ലാ ജോലിയും ചെയ്തത്. മക്കളെ അമ്മ നോക്കുമായിരിക്കും അല്ലേ? ആ ശ്യാമമോളുടെ കാര്യം അമ്മ തന്നെയാ നോക്കുന്നത്. പിന്നെ വിച്ചൂട്ടിന് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവനെവിടെങ്കിലും അടങ്ങിയിരുന്ന് കളിച്ചോളും. ശ്യാം എന്താ കഴിക്കാത്തെ? കറികളൊന്നും കൊള്ളില്ലേ? അയ്യോ, അത് കറിയൊക്കെ നല്ലതാ. ഞാൻ പെട്ടെന്ന് വേറെന്താ ആലോചിച്ചു പോയി. സോന ആഹാരം കഴിച്ചു കാണുമെന്നായിരിക്കും. ആ ടെൻഷനൊന്നും വേണ്ട. അവള് പോവും മുമ്പ് ഞാൻ അവൾക്കുള്ള ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചത് അതൊന്നുമല്ല. സോന പെട്ടെന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ചേർന്ന കാരണം ഇന്ദിരേട്ടനും സാമ്പത്തിക ബുദ്ധിമുട്ടായില്ലേന്നാ. സാരമില്ല ശ്യാമേ, ക്യാഷ് വരുമ്പോ ഇന്ദിരേട്ടൻ അത് തിരിച്ചു കൊടുത്താൽ മതി. അതെന്തിനാ സത്യ? ഇന്ദ്രേട്ടൻ ഇതൊന്നും കടമായിട്ട് ചെയ്യുന്നതല്ലോ, കടമയായിട്ട് ചെയ്യുന്നതല്ലേ. ഈ ചർച്ച ഇങ്ങനെ അധികം നീട്ടിക്കൊണ്ടുപോയത് ശരിയാവില്ല. അവളെ ഇങ്ങ് വിളിക്കാം. അയ്യോ, എന്റെ കാലൊളിക്കേ! എന്റെ ഈശ്വര, എന്റെ കാല് വേദനിക്കുന്നേ! ഓ, ആരാ ഇതിവിടെ കൊണ്ടുവച്ചേ? ആ കാല്! ഓ ഓ, നീ നിലം തുടച്ചിട്ട് വെള്ളം മുഴുവൻ നിലത്ത് കിടക്കുവാണല്ലോ അനുപമേ. ഞാൻ ആ പടി കടന്ന് ഇങ്ങോട്ട് വരുമ്പോ കാലൊന്ന് സ്ലിപ്പായി. അമ്മ ഞാൻ നിലം തുടച്ച് കഴിഞ്ഞില്ല, അപ്പഴേ ഇവര് ഊണ് കഴിക്കാൻ വന്നത്. അതുകൊണ്ട് ആ ജോലിയെല്ലാം പകുതി കിട്ടൂ. എന്നെ വീഴ്ത്താനും പറ്റി. ഞങ്ങള് വന്നപ്പോ അമ്മയ്ക്ക് ഊണ് വിളമ്പി തരാമായിരുന്നല്ലോ. അപ്പൊ ഏടത്തി ചെയ്തോണ്ടിരുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യില്ലേ? ഓ, നിനക്ക് പിന്നെ അമ്മയെ കുറ്റം പറയാൻ ഒരു കാരണം കിട്ടിയാ മതിയല്ലോ. ഓ എന്റെ കാലാനു, എന്റെ മുറിയിൽ ആ തൈലം ഇരിപ്പുണ്ട്. അതൊന്നെടുത്ത് ഉമ്മറത്തോട്ട് വാ, ഞാൻ അവിടെ പോയിരിക്കാം. വേഗം വാ. അമ്മ പോയിരുന്നോ?